ഹോസ്റ്റലിൽ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൻ്റെ ബാക്കിൽ തന്നെയുള്ളൊരു വീട് റെൻറ്റിന് എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇത് 2 നിലയുള്ളൊരു PG ഹോമാണ്. അപ്പോൾ ഇതിൽ ഹോളുണ്ട്, 2 റൂമും ഒരു കിച്ചനുമാണ് കേട്ടോ ഉള്ളത്. ഞങ്ങൾ ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്ത വഴി ഞങ്ങളുടെ ലഗേജസ് എല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ടാണ് കേട്ടോ അന്ന് വീട്ടിലേക്ക് പോയത്. ഇതാണ് എൻ്റെ കോലം. ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുക്കിങ്ങിനുള്ള എല്ലാ ഐറ്റംസും ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നത്. പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ കണ്ട റൂമിൻ്റെ അവസ്ഥ ഇതായിരുന്നു കേട്ടോ. ഭയങ്കര വൃത്തികേടായിട്ടാണ് കിടന്നിരുന്നത്. വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ബെഡും കബോർഡും ചെയറും ടേബിളും ആയിരുന്നു കേട്ടോ റൂമിലുണ്ടായിരുന്നത്. വന്ന വഴി ഇതൊക്കെ ക്ലീൻ ചെയ്യലായിരുന്നു കേട്ടോ പണി. കാരണം നാളെ മുതൽ പ്രാക്ടിക്കൽ എക്സാം ആണ്. അപ്പോൾ അതിന് മുന്നേ ഫുള്ള് ക്ലീൻ ചെയ്യണം. പിന്നെ ഇത് ഞങ്ങൾക്കൊരു ശീലമാണ്, കാരണം എല്ലാ വർഷവും ഹോസ്റ്റൽ മാറുന്നതായിരുന്നല്ലോ. ഇനി നിങ്ങൾക്ക് ഞാനൊരു കാര്യം കേൾപ്പിച്ചു തരാം. ഞങ്ങളെല്ലാം പഠിക്കുന്ന കാലത്ത് ജനൽ കഴുകണം. ചുമരും ജനലും വരെ കഴുകിയത്. അതെ അതെ, ഞങ്ങളുടെ നാട്ടിലും ഉണ്ടടി അങ്ങനെ ഒരു ടീം. നഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനല് കഴുകാൻ വരുന്ന ആൾക്കാരാ. സ്വന്തം റൂമിൽ ഞങ്ങളിതാ എല്ലാരും കാണുക നഴ്സുമാരാണ്. ഞങ്ങൾ ജനല് കഴുകുന്നുണ്ട്. ആരും വിഷമിക്കണ്ട. അതെ, ആ വിഷമം അങ്ങനെ മാറിക്കോട്ടെ. ഇതാ ഞങ്ങൾ ജനല് കഴുകുന്നുണ്ട്. നൈറ്റ് ആയിട്ടോ റൂമൊക്കെ വൃത്തിയാക്കി എല്ലാം സെറ്റ് ചെയ്തിട്ടൊന്ന് സെറ്റിലാവാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ റൂം ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുള്ള ലുക്ക് കേട്ടോ. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞങ്ങൾ ഫുള്ള് ക്ലീൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ കിച്ചൺ. വീട്ടിൽ നിന്ന് വന്നപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന കുക്കിംഗ് ഒക്കെ കാണിച്ചു തരാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ.